അപ്പോൾ എന്താണ് ഫോക്കൽ ലെങ്ത്? നമ്മൾ അറിയുന്ന കാര്യമാണ്. ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റർ ആൻഡ് ടു ദി ഫോക്കൽ പോയിന്റ്. അപ്പോൾ പ്രിൻസിപ്പൽ ഫോക്കസും അതേപോലെ തന്നെ സെൻറ്റർ, ഒപ്റ്റിക് സെൻറ്ററും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർമേഷൻ ഓഫ് ഇമേജ് യൂസിങ് എ ലെൻസ്. ഇപ്പോൾ ലെൻസ് യൂസ് ചെയ്തിട്ട് ഉള്ള ഇമേജ് ഫോർമേഷനെ പറ്റിയാണ് നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഫിഗർ 5.21 പ്ലേസ് ചെയ്തപോലെ നമ്മൾ ഒബ്ജക്റ്റ്, ലെൻസ്, സ്ക്രീൻ എന്ന രീതിയിൽ എന്ത് ചെയ്യുക, പ്ലേസ് ചെയ്യുക. Adjust the screen as shown in the figure, keeping the convex lens at different position on the principal axis in front of a lighted candle. അപ്പോൾ നമ്മൾ കോൺവെക്സ് ലെൻസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പൊസിഷൻ എന്ത് ചെയ്യുകയാണ്, നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒബ്ജക്റ്റിൻ്റെ ആ ഒരു പൊസിഷൻ നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കിവിടെ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച പോലെ തന്നെ 6 കേസസ് ആണുള്ളത് കോൺവെക്സ് ലെൻസിൽ. അപ്പോൾ അതിൻ്റെ പൊസിഷൻസ് ഓഫ് ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ്റെ ബേസിലാണ് നമ്മൾ 6 കേസായിട്ട് പറയുന്നത്. അപ്പോൾ അറ്റ് ഇൻഫിനിറ്റി, ബിയോണ്ട് 2f, അറ്റ് 2f, ബിറ്റ്വീൻ 2f ആൻഡ് f, അറ്റ് f, ബിറ്റ്വീൻ f ആൻഡ് ലെൻസ്. അപ്പോൾ 6 കേസസ് ആണ്. അപ്പോൾ 6 കേസസിലുള്ള പൊസിഷൻ ഓഫ് ഇമേജ്, അതേപോലെ തന്നെ നാച്ചർ ഓഫ് ഇമേജ് ഓർ സൈസ്, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കാൻ പോകുന്നു. അപ്പോൾ ഇതിൻ്റെ ഡയഗ്രാമാറ്റിക്കലായുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോട്ട് വഴി സെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു സെക്ഷൻ വായിച്ചതിന് ശേഷം തന്നെ എന്ത് ചെയ്യുക, ആ നോട്ട്സ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പറയാൻ വന്നത് അറ്റ് ഇൻഫിനിറ്റിയാണ്. അറ്റ് ഇൻഫിനിറ്റിയുള്ള ഇമേജ് ഫോർമേഷൻ. അപ്പോൾ അറ്റ് ഇൻഫിനിറ്റിയിലാകുമ്പോൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച പോലെ തന്നെ the image is formed at f or focus, and the nature of images are, it is real, inverted and diminished. ഇപ്പോൾ റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, അതേപോലെ തന്നെ ഡിമിനിഷ്ഡ് ആണ്. വളരെ സ്മോൾ ഇൻ സൈസ് ആണെന്ത് അവിടെ ഫോം ചെയ്തിട്ടുള്ള ഇമേജ്. അപ്പോൾ അടുത്ത പോയിന്റ് ആണെന്ത് അറ്റ് 2f, സോറി ബിയോണ്ട് 2f. അപ്പോൾ പൊസിഷൻ ഓഫ് ഒബ്ജക്റ്റ് ഈസ് ബിയോണ്ട് 2f. 2fൻ്റെ അപ്പുറമാണെന്ത് പൊസിഷൻ ഓഫ് ഒബ്ജക്റ്റ്, ആൻഡ് ദി ഇമേജ് ഈസ് ഫോംഡ് ഇൻ ബിറ്റ്വീൻ എഫ് ആൻഡ് 2f. എഫിൻ്റെയും അതേപോലെ തന്നെ 2fൻ്റെയും ഇടയിലാണ് ആര് ഫോം ചെയ്തിട്ടുള്ളത്, ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത്. അതായത് ഫോക്കൽ പോയിൻ്റെയും അതേപോലെ തന്നെ സെൻറ്റർ ഓഫ് കർവേച്ചർ സിൻ്റെയും എഫിൻ്റെയും സിൻ്റെയും ഇടയിലാണെന്ത് ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത്. ആൻഡ് ദി നാച്ചർ ഓഫ് ഇമേജസ് ആർ, ദി ഇമേജ് ഈസ് റിയൽ, ഇൻവേർട്ടഡ് ആൻഡ് ഓൾസോ ഡിമിനിഷ്ഡ്. ഇപ്പോൾ റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, ഡിമിനിഷ്ഡ് ആണ്. ഇപ്പോൾ നേരത്തുള്ള ഇമേജിനെ കൺസിഡർ ചെയ്യുമ്പം അത്ര ഡിമിനിഷ്ഡ് അല്ല, ജസ്റ്റ് ഒന്ന് ആ ഒരു സൈസ് എൻലാർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത പൊസിഷനാണ് ദി ഒബ്ജക്റ്റ് ഈസ് അറ്റ് 2f. ഇപ്പോൾ 2fനാണ് ഒബ്ജക്റ്റ് ഉള്ളത്, ആൻഡ് ദി ഇമേജ് ഈസ് ഫോംഡ് അറ്റ് 2f itself. 2fൻ്റെ തന്നെയാണെന്ത് ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത്. പിന്നെ നാച്ചർ ഓഫ് ഇമേജസ് ആർ, ദി ഇമേജ് ഈസ് റിയൽ, ഇൻവേർട്ടഡ് ആൻഡ് ദി സൈസ് ഓഫ് ദി ഇമേജസ് ആർ സെയിം ആസ് ദാറ്റ് ഓഫ് സൈസ് ഓഫ് ഒബ്ജക്റ്റ്. ഇപ്പോൾ ഇമേജിൻ്റെയും അതേപോലെ തന്നെ ഒബ്ജക്റ്റിൻ്റെയും സൈസ് എന്താണ്, എക്സാക്ട് സെയിം ആണ്. അപ്പോൾ അടുത്ത കേസാണെന്ത് പൊസിഷൻ ഓഫ് ഒബ്ജക്റ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ 2f ആൻഡ് f. സി ആൻഡ് എഫിനിടയിലാണ് ആരുള്ളത്, പൊസിഷൻ ഓഫ് ഒബ്ജക്റ്റ് ഉള്ളത്. അപ്പോൾ ആ കേസിൽ ദി ഇമേജ് ഈസ് ഫോംഡ് ബിയോണ്ട് 2f. 2fന് അപ്പുറമാണ് ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത്. ആൻഡ് ദി നാച്ചർ ഓഫ് ഇമേജസ് ആർ, ഇറ്റ് ഈസ് എ റിയൽ, ഇൻവേർട്ടഡ് ആൻഡ് മാഗ്നിഫൈഡ്. അപ്പോൾ മാഗ്നിഫൈഡ് ആണെന്ത് ബിറ്റ്വീൻ 2f ആൻഡ് എഫിൽ നമ്മൾ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇമേജിൻ്റെ ക്വാളിറ്റി നമുക്ക് കുറച്ചുകൂടി എൻലാർജ്ഡ് ആയിട്ടുള്ള ഒരു വ്യൂ ആണെന്ത് ഇമേജിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അടുത്ത കേസാണെന്ത് ദി ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് എഫ്. എഫിൻ്റെ മുകളിലാണെന്ത് ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദി പൊസിഷൻ ഓഫ് ദി ഇമേജ് ഈസ് അറ്റ് ഇൻഫിനിറ്റി. അപ്പോൾ ഇൻഫിനിറ്റിലാണെന്ത് ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത്. ആൻഡ് ദി നാച്ചർ ഓഫ് ഇമേജസ് ആർ
it is real, inverted and highly magnified. ഇപ്പോൾ ഇമേജസ് റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്. ദ മെയിൻ പോയിന്റ് ഈസ് ഇറ്റ് ഈസ് ഹൈലി മാഗ്നിഫൈഡ്. ഒരു സൂമിങ് എഫക്റ്റ് ആണെന്ന് ഈ ഒരു പൊസിഷനിൽ നമ്മൾ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇമേജിൻ്റെ റിസൾട്ട്. അടുത്ത കേസാണ് ദി പൊസിഷൻ ഓഫ് ഒബ്ജക്റ്റ് ഈസ് ബിറ്റ്വീൻ എഫ് ആൻഡ് ലെൻസ്. ഒപ്റ്റിക് സെൻറ്ററും ഫോക്കസ് പോയിൻറ്റിനും ഇടയിലാണത് നമ്മുടെ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പൊസിഷൻ ഓഫ് ഇമേജ് ഈസ് അറ്റ് ദി സെയിം പോയിൻ്റ് ഓഫ് ഒബ്ജക്റ്റ്. അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ സെയിം പോയിന്റിലാണത് ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നാച്ചർ ഓഫ് ഇമേജസ് ആർ ഇറ്റ് ഈസ് വെർച്വൽ, ഇറക്റ്റ് ആൻഡ് മാഗ്നിഫൈഡ്. ഇപ്പോൾ ഒരു ചെറിയൊരു ചേഞ്ച് ഉണ്ട്. വെർച്വൽ ആണ്, അതേപോലെ തന്നെ ഇറക്റ്റ് ആണ് ആൻഡ് മാഗ്നിഫൈഡ്. അപ്പോൾ നമ്മൾ ഈ ഒരു കേസിന് എക്സാമ്പിളാണത് നമ്മൾ ഈ ഷേവിങ് മിറർ അതേപോലെ തന്നെ മേക്കപ്പ് മിററൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ടെസ്റ്റ് അടുത്തേക്കാണ് പിടിക്കുക അല്ലേ. അപ്പോൾ ഈ ഒരു പൊസിഷനിലാണ് നമുക്ക് കാണാൻ സാധിക്കുക ആ ഒരു നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു മിററിൻ്റെ പൊസിഷൻ ആ ഒരു സെക്ഷനിലാണെന്ത് ഈ ഒരു കേസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ലെൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ലെൻസ് വെച്ച് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അല്ലെങ്കിൽ ലെൻസ് വെച്ച് നമ്മൾ എന്തെങ്കിലും ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ അടുത്തായിട്ടുള്ള ആ ഒരു സെക്ഷനിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് മാഗ്നിഫൈഡ് ആൻഡ് ഇറക്റ്റ്. ഇപ്പോൾ ഇത്രയും നേരം നമുക്ക് ഇൻവേർട്ടറായിട്ടുള്ള ഇമേജാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കേസ് നമുക്ക് ഇറക്റ്റ് ആയിട്ടുള്ള, അതായത് നമുക്ക് നേരെ തന്നെ നമുക്ക് കാണാം അല്ലേ. ദർ ഈസ് നോ ഫർദർ ചേഞ്ചസ് ഇൻ ദി ഇമേജ്. അപ്പോൾ അധികം ചേഞ്ചസ് ഒന്നുമില്ല, നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു വ്യൂ കിട്ടും. ഇപ്പോൾ ഇമേജ് ഫോർമേഷൻ്റെ കാര്യങ്ങളാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഫ് യു ഹാവ് എ ഡൗട്ട് ജസ്റ്റ് കോൺടാക്ട്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ കോൺകേവ് ലെൻസിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ടോപ്പിക്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു ടോപ്പിക്കാണ്. ഇവിടെ നമ്മൾ എറേ ഡയഗ്രാംസ് വരയ്ക്കുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മാത്രം വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ഇമേജ് ഫോർമേഷനെ പറ്റിയുള്ള ഐഡിയാസ് നമുക്ക് ഗ്രാബ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇവിടെ രണ്ട് ലെൻസസിനെ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്, കോൺവെക്സ് ലെൻസ് ആൻഡ് കോൺകേവ് ലെൻസ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം തന്നെ ഒപ്റ്റിക് സെൻറ്ററിലൂടെ റേൻ എന്ത് പാസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ when a ray of light passes through the optic center of a thin lens. അപ്പോൾ അവിടെ നമ്മൾ ഡിനോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദി പാത്ത് ഓഫ് ലൈറ്റ് ഡസ് നോട്ട് അണ്ടർഗോ എനി ഡീവിയേഷൻ. അപ്പോൾ ലൈറ്റിൻ്റെ പാത്തിൽ ഒരു ഡീവിയേഷനും കാണാൻ സാധിക്കുന്നതല്ല. കോൺകേവ് ലെൻസിൻ്റെ കേസാണെങ്കിലും കോൺവെക്സ് ലെൻസിൻ്റെ കേസിലാണെങ്കിലും ആ റേ ഓഫ് ലൈറ്റ് മൂവ്സ് ഇൻ ദി ഒറിജിനൽ പാത്ത്. അപ്പോൾ അടുത്തൊരു പോയിൻ്റാണ് a ray of light is passing parallel to the principal axis. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടാണ് അവർ മൂവ് ചെയ്യുന്നത്, റേ ഓഫ് ലൈറ്റ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ when it incidents on the lens it get refracted and passes through the focus. അപ്പോൾ നമ്മൾ ഫോക്കസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഈ ഒരു ഫിഗർ നമുക്ക് മൈൻഡിലേക്ക് വരേണ്ടതാണ്. ഇപ്പോൾ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ടാണ് ഇവിടെ ലൈറ്റ് റേ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ലെൻസ് വഴി റിഫ്രാക്ഷൻ ചെയ്തതിന് ശേഷം it will be moving through the focus point. പ്രിൻസിപ്പൽ ആക്സിസിലുള്ള ഫോക്കസ് പോയിന്റിലാണ് മൂവ് ചെയ്യുക. അപ്പോൾ കോൺവെക്സ് ലെൻസിൻ്റെയും അതേപോലെ തന്നെ കോൺകേവ് ലെൻസിൻ്റെയും ഫോക്കസ് പോയിന്റിനെ പറ്റിയുള്ള ഒരു ഐഡിയ ഇവിടെ ഒന്നുകൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് എന്താണ്, അല്ലെ ഫോക്കസ് പോയിന്റ് എന്താണ്, റിയലാണ്. അതേപോലെ തന്നെ കോൺകേവ് ലെൻസിൻ്റെ ഫോക്കസ് പോയിന്റ് എന്താണ്, ഇറ്റ് ഈസ് വെർച്വലി നാച്ചുറൽ. അവിടെ ray of light passing through the principal focus of a convex lens passes parallel to the principal axis after reflection. അപ്പം നമ്മളിപ്പം പറഞ്ഞിട്ടുള്ള കാര്യത്തിൻ്റെ നേരെ ഇൻവേഴ്സ് ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ ഡയഗ്രമാറ്റിക്കാർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് ഫിഗർ 5.25. അപ്പോൾ ഇവിടെ ഫോക്കസിലൂടെയാണെന്ത് ലൈറ്റ് റേ ലെൻസിലേക്ക് ഇൻസിഡൻറ്റ് ചെയ്യുന്നത്.
the incident ray refracts and moves parallel to the principal axis. അപ്പോൾ ആ ഇൻസിഡൻ്റ് ആയിട്ടുള്ള റേ റിഫ്രാക്റ്റ് ചെയ്തതിന് ശേഷം പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ടാണ് ഇത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ കൺസിഡർ ചെയ്യാം. ഒപ്റ്റിക്കൽ സെൻറ്ററിലൂടെ ഒരു റേ പോവാണ്. ഇറ്റ് ഡസ് നോട്ട് അണ്ടർഗോ എനി ഡീവിയേഷൻ. ഒരു ഡീവിയേഷൻ ഇല്ലാതെ ആ സെയിം പോയിന്റിലൂടെ എന്ത് അത് ട്രാവൽ ചെയ്യുക, സെയിം പാത്ത് അത് എന്ത് ചെയ്യും, ഒബേ ചെയ്യും. അടുത്ത കേസാണെന്ത് പാരലൽ റേ റിഫ്രാക്റ്റഡ് ആൻഡ് മൂവ്സ് ടുവാർഡ്സ് ദി ഫോക്കസ്. നെക്സ്റ്റ് പോയിന്റ് ആണെന്ത് ഫോക്കസിലൂടെ ഇൻസിഡൻറ്റ് ചെയ്യാൻ വരുന്ന റേ ഇറ്റ് മൂവ്സ് പാരലൽ ടു ദി പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പോൾ ഈ 3 കേസസ് എന്ത് ചെയ്യുക, നമ്മൾ റേ ഡയഗ്രാം വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഇമേജ് ഫോർമേഷനെ പറ്റിയുള്ള ഒരു ഐഡിയ ഗ്രാബ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി, ഒബ്ജക്റ്റ് ബിയോണ്ട് 2f, ഒബ്ജക്റ്റ് അറ്റ് 2f, ഒബ്ജക്റ്റ് ബിറ്റ്വീൻ f and 2f, ഒബ്ജക്റ്റ് അറ്റ് f, ഒബ്ജക്റ്റ് ബിറ്റ്വീൻ f and ലെൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പൊസിഷൻ ഓഫ് ഇമേജ്, നേച്ചർ ഓഫ് ഇമേജ്, സൈസ് ഓഫ് ഇമേജ് ജസ്റ്റ് എന്ത് ചെയ്യാൻ നോട്ട് ഡൗൺ ചെയ്യാം. അപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യമാണ് ഇത്രയും കാര്യങ്ങൾ. റേ ഡയഗ്രത്തിൻ്റെ കാര്യം, അതേപോലെ തന്നെ അതിൻ്റെ പൊസിഷൻ്റെ കാര്യം, വേറെ പെർട്ടിക്കുലർ ആയിട്ടുള്ള അതിൻ്റെ സ്പെഷ്യാലിറ്റീസ്, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. അടുത്തത് നമുക്ക് കോൺകേവ് ലെൻസിൻ്റെ കേസാണ്. അപ്പോൾ ഇവിടെ കോൺകേവ് ലെൻസിൻ്റെ കേസിൽ നമുക്കിവിടെ ഒരു ഫിഗറെ പഠിക്കാനുള്ളൂ. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ബിയോണ്ട് എഫ്. അപ്പോൾ എഫിൻ്റെ അകലെയാണത് ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഫോം ചെയ്തിട്ടുള്ള ഇമേജിൻ്റെ സ്പെഷ്യാലിറ്റീസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. വാട്ട് ഈസ് ദി നാച്ചർ ഓഫ് ഇമേജ്. ഇപ്പോൾ ഇമേജ് എന്താണ്, ഇമേജ് ഈസ് സ്മോളർ ദാൻ ദി ഒബ്ജക്റ്റ്, ഇറ്റ് ഈസ് വെർച്വൽ ആൻഡ് ഇറക്റ്റ്. ഇപ്പോൾ ഇറക്റ്റ് ആണ്, അതേപോലെ തന്നെ സ്മോളർ ആണ് ആൻഡ് ഇറ്റ് ഈസ് വെർച്വൽ. ഇപ്പോൾ ഈ ഒരു ഒറ്റ കേസ് മാത്രമേ നമുക്കിവിടെ കോൺകേവ് ലെൻസിൻ്റെ കേസിൽ പറയാനുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത കാര്യങ്ങളാണ് ഇവിടെ ഫിഗർ വരയ്ക്കുമ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത്. പാരലൽ റേ ചെയ്യും, പാസസ് ത്രൂ ഫോക്കസ് ആൻഡ് ദി റേ മൂവിങ് ടുവാർഡ്സ് ദി ഒപ്റ്റിക് സെൻറ്റർ മൂവ്സ് ഇൻ ദി സെയിം പാത്ത്. അപ്പോൾ ഈ 2 കാര്യങ്ങളുള്ള ഒരു ഫിഗറാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ദി ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ബിയോണ്ട് 2f. ന്യൂ കാർട്ടീഷ്യൻ അസൈൻ കൺവെൻഷൻസ്. ഇപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് ലെൻസസിൻ്റെ കേസിൽ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ക്രൈറ്റീരിയാസ്, അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ക്രൈറ്റീരിയസിനെ പറ്റിയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ റിഫ്ലക്ഷൻ്റെ ബേസിൽ, അതായത് മിററിൻ്റെ കേസിലുള്ള ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ റൂൾ പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ എക്സാക്റ്റ് സെയിം തന്നെയാണെന്ത് ലെൻസസിൻ്റെ കേസിലും. ഇപ്പോൾ റൂൾസ് ഇങ്ങനെയാണ്. അപ്പോൾ വെൻ വി മെഷർ എ ഡിസ്റ്റൻസ് അപ്പാർട്ട് ടു ദി റൈറ്റ് ഓഫ് ലെൻസ്, ഇപ്പോൾ ലെൻസിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നമ്മളൊരു ഡിസ്റ്റൻസ് മെഷർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്. അപ്പോൾ പോസിറ്റീവ് ആയിട്ടാണ് നമുക്ക് ആ മെഷർമെൻറ്റ് നമ്മളെന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. ആൻഡ് ദി മെഷർമെൻറ്റ് അപ്വാർഡ്, അപ്പോൾ അപ്വേർഡ് നമ്മൾ മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസിൽ നമ്മൾ ഇറ്റ് ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്. ഇപ്പോൾ അപ്വേർഡായിട്ട് നമ്മൾ മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസ് നമ്മൾ പോസിറ്റീവായിട്ടാണ് കൺസിഡർ ചെയ്യുക. ആൻഡ് ദി മെഷർമെൻറ്റ് ഡൗൺവാർഡ്, നമ്മൾ ഡൗൺവേർഡായിട്ട് മെഷർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നെഗറ്റീവായിട്ടാണ് കൺസിഡർ ചെയ്യുക. അതേപോലെ തന്നെ വെൻ വി മെഷർ ടുവാർഡ്സ് ദി ലെഫ്റ്റ് ഓഫ് ലെൻസ്, അപ്പോൾ ലെൻസിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ മെഷർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ നെഗറ്റീവായിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ലെൻസിൻ്റെ റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ ഇറ്റ് ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്, അപ്വേർഡ് ആണെങ്കിൽ ഇറ്റ് ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്.
ഇപ്പോൾ ലെൻസിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിൽ ഇറ്റ് ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്. ലെൻസിൻ്റെ ഡൗൺവാർഡ്സ് ആണെങ്കിൽ ഇറ്റ് ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫിഗർ 5.33 കൺസിഡർ ചെയ്യുക. ദെൻ ദി ഡിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റ് ഫ്രം ദി ലെൻസ്, ദാറ്റ് ഈസ് യു. ഒബ്ജക്റ്റും ലെൻസും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ ലെൻസിന് ലെഫ്റ്റ് സൈഡിലേക്കാണ് അത് മെഷർ ചെയ്യുക. സോ ഇറ്റ് ഈസ് നെഗറ്റീവ് 25 സെൻറ്റിമീറ്റർ, -25 സെൻറ്റിമീറ്റർ. ഡിസ്റ്റൻസ് ഓഫ് ദി ഇമേജ് ഫ്രം ദി ലെൻസ്, ദാറ്റ് ഈസ് വി. നമ്മൾ ലെൻസിൽ നിന്നാണ് മെഷർ ചെയ്യുക. ഇറ്റ് ഈസ് ടുവാർഡ്സ് റൈറ്റ് സൈഡ്. അപ്പോൾ റൈറ്റിലേക്കാണ് മെഷർ ചെയ്യുക. ഇപ്പോൾ 100 സെൻറ്റിമീറ്റർ ആണ്. റൈറ്റ് സൈഡിലേക്കാണ് 100 സെൻറ്റിമീറ്റർ നിന്ന് എഴുതിയാൽ മതി. പോസിറ്റീവ് വരെ നമ്മൾ എടുക്കല്ലേ. അപ്പോൾ അടുത്ത കേസാണ് ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ്, ദാറ്റ് ഈസ് OB. അപ്പോൾ നമ്മൾ അപ്വാർഡാണ് മെഷർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്, ദാറ്റ് ഈസ് 1 സെൻറ്റിമീറ്റർ. ഹൈറ്റ് ഓഫ് ഇമേജ്, ദാറ്റ് ഈസ് IM. IM എന്താണ്? ഇറ്റ് ഈസ് മെഷേർഡ് ഡൗൺവാർഡ്സ് ആണല്ലേ. ദാറ്റ് ഈസ് 4 സെൻറ്റിമീറ്റർ, ദാറ്റ് ഈസ് -4 സെൻറ്റിമീറ്റർ. ഇപ്പോൾ ഡൗൺവാർഡ് ആയതുകൊണ്ട് നെഗറ്റീവ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു മെഷർമെൻറ്റ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സൈൻ കൺവെൻഷൻ്റെ ബേസിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ പ്രോബ്ലം സെക്ഷൻസൊക്കെ ചെയ്യുമ്പോൾ മസ്റ്റ് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണെന്ത്, ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ റൂൾ.